വളപട്ടണം മണ്ണിയിലെ അരി വ്യാപാരി കോറൽ വീട്ടിൽ കെ.പി. അഷ്റഫിന്റെ വീട്ടിൽ കഴിഞ്ഞ മാസം 20-ന് 1.5 കോടി രൂപയും 267 പവൻ സ്വർണവും കവർന്ന മോഷ്ടാവിനെ പിടിക്കുക പോലീസിന് അഭിമാന പ്രശ്നമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ വീടുകളിൽ നടന്ന ഏറ്റവും വലിയ മോഷണമാണിത്. കേസിൽ പിടിയിലായ അയൽവാസി മുണ്ടച്ചാലി വീട്ടിൽ CP ലിജേഷിന്റെ മോഷണശൈലി പോലീസിനെയും അത്ഭുതപ്പെടുത്തി. മോഷ്ടാവ് ഇത്ര കൃത്യമായി വീട്ടിലെ ലോക്കർ തുറന്നത് എങ്ങനെയെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ സംശയം. ലോക്കറിനെ കുറിച്ച് കൃത്യം ധാരണയുണ്ടെങ്കിലേ കേടുവരാതെ തുറക്കാൻ കഴിയൂ. ആദ്യം ഒരു താക്കോൽ ഉപയോഗിച്ചും രണ്ടാമത് മറ്റൊരു താക്കോലും ലിവറും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുമാണ് ലോക്കർ തുറക്കുക. ഈ രീതിയിൽ കൃത്യമായി പാലിച്ചാണ് ലോക്കർ തുറന്നതും. വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷിന് മോഷണത്തിൽ തുണയായത് തന്റെ ജോലി തന്നെയാണ്. വീടിന്റെ ജനലിന്റെ ഗ്രില്ല് ഇളക്കി മാറ്റാൻ ലിജേഷിന് അധിക സമയം വേണ്ടി വന്നില്ല. അകത്ത് കയറിയ അലമാരകളിലാണ് ആദ്യം പരിശോധന തുടങ്ങിയത്. കിടപ്പുമുറിയിലെ ഒരു അലമാരയിൽ നിന്ന് മറ്റൊരു അലമാരയുടെ താക്കോൽ ലഭിച്ചു. ആ അലമാര തുറന്നപ്പോഴാണ് ലോക്കറിന്റെ താക്കോൽ ലഭിച്ചത്. മരത്തിന്റെ അലമാരയുടെ അകത്തായിരുന്നു ലോക്കർ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ലോക്കർ ഉണ്ടാക്കുന്നതിലും തുറക്കുന്നതിലും വിദഗ്ധനായ ലിജേഷിന് 15 കൊല്ലം പഴക്കമുള്ള ലോക്കർ പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടമയുമായി ബന്ധമുള്ള ആരെങ്കിലുമായിരിക്കുമോ എന്നും പോലീസ് സംശയിച്ചിരുന്നു. ലോക്കർ തുറക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ലിജേഷ് പോലീസിനോട് പറഞ്ഞത്. ലോക്കറിൽ നിന്നെടുത്ത സ്വർണവും പണവും അവിടെ നിന്നെടുത്ത 2 ചാക്കിലാക്കിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആദ്യഘട്ടം മുതൽ അയൽവാസിയായ ലിജീഷ് സംശയത്തിന്റെ നിഴലായിരുന്നു. അന്വേഷണം രാജ്യമൊട്ടാകെ വലവിരിച്ചുള്ളതായിരുന്നുവെങ്കിലും പോലീസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സമീപവാസികളെ തന്നെയായിരുന്നു. തുടർന്നാണ് ലിജീഷിലേക്ക് അന്വേഷണം ചുരുക്കിയതെന്നും SI ചൂണ്ടിക്കാട്ടി. പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളും ഗുണം ചെയ്തു. പ്രതിയുടെ മൊഴിയെടുക്കുമ്പോൾ ദേഹത്ത് കണ്ട മാറാല സംശയം വർദ്ധിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വിരലടയാളം ഉപയോഗിച്ചുള്ള പരിശോധനകളും നടത്തി. 2023-ൽ കീച്ചേരിയിൽ പ്രതി സമാനമായ ഒരു കവർച്ച നടത്തിയിരുന്നുവെന്നും അന്ന് ഈ കേസിന്റെ അന്വേഷണം തനിക്കായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഗൾഫിൽ കാർഗോ നടത്തുന്ന നിയാസ് എന്നയാളുടെ വീട്ടിലായിരുന്നു അന്നത്തെ കവർച്ച. ആ വീട്ടിൽ വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നു. മേൽക്കൂരയിൽ ഇയാൾ തന്നെ ഇട്ട ഷീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്ത് കയറി മോഷണം നടത്തിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.